ഹായ് ചങ്ങാതിമാരെ, എംസോൺ വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എംസോൺ വ്യൂസ് എടുക്കുന്നത് മറ്റു വെറൈറ്റി ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. ഏതൊക്കെയാലും ആ ഐറ്റത്തെ ഞാൻ പരിചയപ്പെടുത്താം. മാങ്ങ, പ്രത്യേകിച്ച് ഈ സീസണിൽ ധാരാളം മാങ്ങ പൂവിടുന്ന സമയമാണ്. അതുപോലെ മാങ്ങ കച്ചവട കമ്പോളങ്ങളിൽ വിപുലമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ് മാങ്ങ. ചെറിയ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ആ മാങ്ങ കൊണ്ട് പല ഐറ്റം ഉണ്ടാക്കാം. ഏതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ മധുര വിട്ട് പിഴുങ്ങുന്ന ചെറിയ കണ്ണിമാങ്ങാക്കാളിലും വലിപ്പമുള്ള, അഥവാ സാധാ മാങ്ങാക്കാളും ചെറിയ രീതിയിൽ മാങ്ങ ഉണ്ട്. ആ മാങ്ങ മധുര വിട്ട് നമുക്ക് കഴിക്കാം. ഏതൊക്കെയാലും സംഭവം നല്ല രസമാണ്. കാരണം പണ്ട് കാലങ്ങളിൽ നമ്മൾ ധാരാളം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല. അതുപോലെ മൂവാണ്ടൻ മാങ്ങ, ഈ മാങ്ങാനെ കുരുവിൻ്റെ അപ്പുറം ഇപ്പുറം പീസായിട്ട് കീറിയിട്ട്, എനിക്കൊരു റൂട്ട് അറിയത്തില്ല, ഏതൊക്കെയാലും അതിനെ പിന്നെ മുളക്, ഉപ്പ് എല്ലാം ഇട്ട് പ്രത്യേക രീതിയിൽ കറക്കി ഊണിന് പ്രത്യേക ഒരു വിഭവം കൂടിയാണ്. അതുപോലെ തന്നെ മധുര വിട്ട് പുഴുങ്ങുന്ന സംഗതിയുണ്ട്. ആ രംഗവും ഞാൻ കാണാം. കാരണം ഏതൊക്കെയാലും ഉണ്ടാക്കുന്ന രീതിയില്ല, മറിച്ച് കഴിക്കുന്ന രംഗമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാക്കുന്ന ശീലമില്ലോ, മൊത്തത്തിലുള്ള കഴിക്കുന്ന രീതിയാണ്. ഏതൊക്കെയാലും ആ സംഗതിയും ഞാനത് കാണിച്ചു തരാം. കാരണം ഇപ്പം ഇങ്ങനെ വീഡിയോ ഇറക്കാൻ കാരണം മാങ്ങ കായ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടുന്നത് വളരെ അനുയോജ്യമായതാണ്. കാരണം നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ധാരാളം മാവുള്ള ഒരു ഘട്ടത്തിലാണെങ്കിൽ ആ മാങ്ങ വെറുതെ പാഴായി കളയാതെ എപ്രകാരം നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം. ഒരു വെറൈറ്റി, പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ പിള്ളേർ. കാരണം ഇങ്ങനത്തെ ഒരു മാങ്ങ മധുര വിട്ട് പുഴുങ്ങുന്ന രീതി കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതൊക്കെയാലും ആ രംഗവും നമുക്കൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലുള്ള വെറൈറ്റി മാങ്ങയുടെ ഐറ്റം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വീഡിയോ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം ഇതുപോലെ ധാരാളം വെറൈറ്റി രീതിയിലുള്ള മാങ്ങ ഐറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഏതൊക്കെയാലും ആ ഒരു ഐറ്റങ്ങളിൽ ഒരു ഐറ്റം മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ആ മാങ്ങയുടെ വിഭവം ഉണ്ടാക്കി കഴിക്കുന്ന രംഗമാണ്. എല്ലാവരും മാങ്ങ ഉണ്ടാക്കുന്ന രീതി തയ്യാറാക്കുകയാണെങ്കിലും, പക്ഷെ ഞാൻ മറിച്ച് ഇന്ന് ആ മാങ്ങ ഉണ്ടാക്കി എങ്ങനെ കഴിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോ കടന്നാലോ? നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട ബെൽബട്ടൺ അമർത്തുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. ഈ പഴം എന്താണെന്നറിയാം? മാങ്ങ ഉണ്ടാക്കിട്ടാണോ തിന്നിട്ടുണ്ടോ? തിന്നിട്ടില്ല. ഞാന് നമ്മുടെ ചെറിയ മാങ്ങ ഇല്ലേ, ഇത് ശർക്കര വെള്ളമായിരുന്നു. ഇത് ചെറിയ പുല്ലുവാണ്, മാങ്ങാടെ പുല്ല്. അത് തൊന്നേ പോകരുത്. എടുത്തോ, ഒന്നെടുക്കും. നിനക്ക് വേണ്ടേ? എനിക്ക് ഒന്നിട്ട് ആ കുഞ്ഞില് അതിൻ്റെ കുഞ്ഞു മിനിങ്ങി വിടില്ല കേട്ടോ. നല്ല സാധനം ഇത്. തൊലിയെല്ലാം തിന്നാം, കുരു മാത്രം അവിടെ വയ്ക്കണം. തൊലി തിന്നോ? എല്ലാം തിന്നെ. ഇങ്ങനെ തപ്പി തിന്നോ, നല്ല വേണ്ട.
ഇതിന്റെ ചിഹ്നം നല്ല മധുരമുണ്ട്. ഈ മധുരത്തിൽ ഒരു മധുരമില്ല. തേനിന് ഇഷ്ടമില്ല. എന്താ അല്ലെങ്കിൽ ചപ്പില്ലേ ഇതാണ് ചപ്പല്ലേ അതെന്താണ് അതെനിക്ക് ഇഷ്ടമില്ല. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ കാരണം മാങ്ങ തിന്നാൻ പോലും അറിയത്തില്ല. പണ്ട് കാലത്തൊക്കെ ഈ കുഞ്ഞു മാങ്ങ തിന്നാൻ അറിയാം. മാങ്ങാൻ മധുരമിട്ട് പുഴുങ്ങും. അതുപോലെ 3 പീസാക്കിയിട്ട് അത് ഉപ്പ് മുളക് പുളിയൊക്കെ വെച്ച് മൂവണ്ട മാങ്ങ നല്ല രസമാണ്. ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും അറിയത്തില്ല. അതിനൊരു അഭിപ്രായം ഉണ്ട്. നല്ലതല്ലേ? പണ്ട് കാലങ്ങള് ഇഷ്ടംപോലെ ഈ രീതിയിൽ നമ്മൾ പാകം ചെയ്ത് തിന്നുമായിരുന്നു. ടേസ്റ്റാണ്. അതുപോലെ ഈ തിന്നുമ്പം തന്നെ ആ ശർക്കര വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളിത് നല്ല. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങാക്കാലായിരിക്കാണ്. മാങ്ങ പൂക്ക അതുപോലെ മാങ്ങ ഉണ്ടായി. അതുപോലെ ഈ സൈസ് ചെറിയ സൈസ് മാങ്ങ ആണെങ്കിൽ ഈ രീതിയിൽ ഇതല്ലേ ശർക്കര വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കട്ടെ. കൂട്ടുന്ന എനിക്കറിയത്തില്ല. നമ്മുടെ വീട്ടിലുള്ള കാരണന്മാരുടെ എങ്ങനെ അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇങ്ങനെ കൂട്ടറിയത്തില്ല, ഇങ്ങനെ തിന്നാനറിയാം. അല്ലേ സംഭവമല്ല. അഭിപ്രായം നല്ലതാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അല്ലേ ഇന്നത്തെ കാലത്തുള്ള പിള്ളേർക്കൊന്നും അത്രയും പിടുത്തമില്ല. സംഭവം നല്ലതാണ്. ഇങ്ങനത്തെ രീതിയിലും മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുക. കിടിലായിട്ട്